കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധിയെ ബസ് സ്റ്റോപ്പിൽ വെച്ച് അഖിലും കൂട്ടരും കളിയാക്കിയ വിവരം അറിഞ്ഞ് സുഭാഷും അനിയന്മാരും നിധിയുടെ കൈയും പിടിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോഴേക്കും അവിടെ ബസ് സ്റ്റോപ്പിൽ കൂട്ടുകാരൊത്ത് സംസാരിച്ചിരിക്കുകയാണ് അഖിലും. സുധീഷ് അവന്റെ അടുത്തേക്ക് ചെന്ന് നിധിയോടായി, നിധി ആരാ നിന്നെ അങ്ങനെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നിധിയും അഖിലിന് നേരെ കൈ ചൂണ്ടുന്നുണ്ട്. സുധീഷ് ദേഷ്യത്തോടെ അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും, ഞാൻ തന്നെയാടാ വിളിച്ചേ, ഇനിയും വിളിക്കും, അഞ്ജലി 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 എന്നവൻ പറയുമ്പോഴേക്കും അവന്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കുന്നുണ്ട്. അവൻ റോഡിലേക്ക് തെറിച്ചു വീഴുമ്പോഴേക്കും വീണ്ടും അവൻ സുധീഷിനോടായി, അതേടാ അങ്ങനെ തന്നെ വിളിക്കും, 5 ആണുങ്ങളുള്ള വീട്ടിൽ കഴിയുന്ന പെണ്ണിനെ അഞ്ജലി അഞ്ജലി എന്ന് തന്നെ ഞാൻ ഇനിയും വിളിക്കും എന്നവൻ പറയുമ്പോഴേക്കും സുഭാഷും ഡാ എന്നും വിളിച്ച് അവന്റെ നെഞ്ചത്തേക്ക് ആഞ്ഞു ചവിട്ടുന്നുണ്ട്. അങ്ങനെ സുഭാഷും സുധീഷും നികേഷും കൂടി അവനും അവന്റെ കൂട്ടുകാർക്കും കണക്കിന് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷും അങ്ങോട്ടെത്താണ്. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് അഖിലിനെയും കൂട്ടരെയും തല്ലിച്ചതയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും സുധീഷെ അടിച്ചവന്റെ പല്ല് താഴെയിട്, ഇങ്ങനെ ആരോടും സംസാരിക്കരുത് എന്നവൻ പറയുമ്പോഴേക്കും സുഭാഷും സുധീഷും ഹരീഷും നികേഷും കൂടി അഖിലിന് കണക്കിന് കൊടുക്കുന്നുണ്ട്. സുധീഷും അഖിലിനെ ആഞ്ഞടിച്ചുകൊണ്ട്, പറയടാ ഇനി നിധിയോട് നീ അങ്ങനെ പറയോ എന്നവൻ ചോദിക്കുമ്പോൾ വേദനയോടെ അഖിലും ഇല്ല, ഇനി ഞാൻ പറയില്ല എന്ന് പറയുന്നുണ്ട്. എന്നാ പിന്നെ നിധിയുടെ കാൽക്കൽ വീണ് നീ മാപ്പ് പറയടാ എന്നും പറഞ്ഞ് സുധീഷ് അവനെ നിധിയുടെ അടുത്തേക്ക് പിടിച്ച് തള്ളിവിടുമ്പോഴേക്കും കാൽക്കൽ വീണ് കൈ കൂപ്പിക്കൊണ്ട് സോറി എന്ന് പറയുന്നുണ്ട്. നിധിയും ദേഷ്യത്തോടെ അവനെ തന്നെ നോക്കാണ്. അപ്പോഴേക്കും അവിടെ എത്തുന്ന അച്ഛനും എന്താ കാര്യം എന്ന് നിധിയോടായി ചോദിക്കുന്നുണ്ട്. നിധി കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും സുഭാഷോടും കൂട്ടുകാരോടുമായി, എടാ അടിച്ചൊതുക്കടാവന്മാരെ, ഇനി അവരിങ്ങനെ ആരോടും സംസാരിക്കരുത് എന്ന് അച്ഛൻ പറയുമ്പോഴേക്കും സുഭാഷും കൂട്ടരും അഖിലിനെയും ഫ്രണ്ട്സിനെയും അവിടെ നിന്നും അടിച്ചോടിക്കുന്നുണ്ട്. പിന്നീട് എല്ലാവരും വീട്ടിലെത്തിയതിനു ശേഷം ഹാളിലിരുന്ന് അവർ അഖിലിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. നിധി, ഇതിനു മുന്നേ ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നിധിക്ക് ഇവിടെ വന്ന് പറയായിരുന്നില്ലേ, നികേഷ് നിനക്കെങ്കിലും പറയായിരുന്നില്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അന്നേ അവൻ 2 പൊട്ടിക്കാണെന്ന് എനിക്ക് തോന്നിയതാ, പക്ഷേ ഏട്ടത്തി ആ പ്രശ്നമാവും, ആരോടും പറയണ്ട എന്ന് പറഞ്ഞ് എന്നെ തടഞ്ഞത് എന്ന് നികേഷ് പറയുമ്പോഴേക്കും, മോളെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ ഇവിടെ വന്ന് പറയണമായിരുന്നു, അന്നേ അവന് 2 കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ അവൻ ഇങ്ങനെ പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ലായിരുന്നു എന്ന് സുഭാഷ് പറയുമ്പോൾ, ഏട്ടത്തി അന്നേ പറഞ്ഞിരുന്നെങ്കിലേ അവനിട്ട് അപ്പോഴേ 2 പൊട്ടിക്കായിരുന്നു, ഇനി അവൻ എന്തായാലും വായ പൊക്കില്ല എന്ന് ഹരീഷും പറയുന്നുണ്ട്. ഏട്ടത്തിക്ക് വിഷമമൊന്നുമില്ലല്ലോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ, ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ ചോദിക്കാൻ വന്നില്ലേ, ഇപ്പൊ എനിക്കൊരു വിഷമമില്ല, അവർക്കിതൊരു പാടായിരിക്കട്ടെ എന്ന് നിധിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷും അവർക്ക് കൊടുത്തത് മതിയായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, കൈയും കാലും തല്ലി ഓടിക്കണമായിരുന്നു എന്ന് സുധീഷ് പറയുമ്പോൾ, എന്നിട്ട് എന്തിനാ പോലീസ് കേസാവാനോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ആവട്ടെ, അവന്റെ വീട്ടിൽ പോയി ഞങ്ങൾ സംസാരിച്ചതല്ലേ, അവന്റെ വീട്ടിൽ സ്ത്രീകളെ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ, ഇവനൊക്കെ എന്ത് ധൈര്യത്തിലാണെന്നാണ് ഞാൻ കരുതുന്നേ, ഞങ്ങളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് തീർക്കണമായിരുന്നു, അല്ലാതെ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ വന്നിട്ടാണോ അവന്റെ ആണത്തം കാണിക്കണ്ടേ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഹരീഷും നിധിയുടെ അടുത്തേക്ക് ചെന്ന് ഏട്ടത്തി സോറി എന്ന് പറയുന്നുണ്ട്. എന്തിനാ ഹരീഷ് എന്നോട് സോറി പറയുന്നേ എന്നവൾ ചോദിക്കുമ്പോൾ, ഞാൻ കാരണമല്ലേ ഇതൊക്കെ തുടങ്ങിയത് എന്ന് ഹരീഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷു അവന്റെ അടുത്തേക്ക് ചെന്ന്, ഹരീഷെ നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, നീ നീതുവിനോട് സംസാരിക്കുന്നുണ്ടെന്ന് കരുതി അവൻ ഇങ്ങനെയാണോ പെരുമാറണ്ടേ, ഒരു പെൺകുട്ടിയോടല്ലേ അവൻ ഇതൊക്കെ പറഞ്ഞത്, അവന് ഒരു അനിയത്തി ഉള്ളതല്ലേ, അവളോടും അവൻ ഇങ്ങനെയാണോ പെരുമാറുന്നത്, അവൻ അങ്ങനെ പെരുമാറിയത് അവന്റെ പെരുമാറ്റവും പിന്നെ വളർത്തുദോഷവും അതിന് നീ എന്ത് തെറ്റ് ചെയ്തു എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. സുധീഷും ഹരീഷിനോടായി, ഹരീഷെ ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് നീ കല്യാണം കഴിക്കാൻ പോകുന്നേ, ഇനിയിപ്പോ കല്യാണം കഴിക്കുമ്പോഴും അവരിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പറയാൻ പോകുന്നേ, അതൊക്കെ കേട്ട് നീ അടങ്ങിയിരിക്കാൻ പോവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സുഭാഷും നിധിയോടായി, മോളെ നീ ഇതൊന്നും ചിന്തിച്ച് ടെൻഷൻ അടിക്കരുത് എന്ന് പറയുമ്പോൾ, എനിക്കൊരു വിഷമമില്ല സുഭാഷ് ഏട്ടാ, എനിക്ക് ചെറിയ വിഷമമുണ്ടായിരുന്നു, ആദ്യം അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവന്റെ പല്ലടിച്ച് കൊടുക്കണമെന്നാണ് കരുതിയത്, എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ ചേർന്ന് അത് ചെയ്തില്ലേ, എനിക്കിപ്പോൾ സന്തോഷമായി എന്ന് നിധിയും പറയുന്നുണ്ട്. അത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ ചിരിക്കാണ്. അവിടെ നീതുവിന്റെ വീട്ടിൽ ഒരു തമിഴ് പാട്ടും കേട്ട് എന്തോ ആലോചിച്ചിരിക്കാണ് നീതു. അപ്പോഴേക്കും അമ്മ വന്ന് ദേഷ്യത്തിൽ TV ഓഫ് ചെയ്യുന്നുണ്ട്. എന്താ TV കാണാൻ സമ്മതിക്കൂലേ എന്നവൾ ചോദിക്കുമ്പോൾ, നീ മനസ്സിൽ എന്താ കാണുന്നതെന്ന് എനിക്കറിയാം, മിണ്ടാതെ ചെന്ന് അടിച്ചുവാരി തുടക്കടി എന്ന് അമ്മ പറയുമ്പോഴേക്കും, നാശം എന്നവളും പറയുന്നുണ്ട്. വീടിനെ പ്രാഗിയാലുണ്ടല്ലോ കൊന്നു കളയും ഞാൻ എന്ന അമ്മ അവളോടായി പറയാണ്. അപ്പോഴേക്കും മുറ്റത്ത് അഖിലിന്റെ വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് അമ്മ മുറ്റത്തേക്ക് പോകുന്നുണ്ട്. അമ്മ അവന്റെ അടുത്തേക്ക് ചെന്ന് എന്ത് പറ്റി മോനെ എന്ന് ചോദിക്കുമ്പോഴേക്കും അവന് വേദന കൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല. അമ്മ അവനെയും കൂട്ടി ഹാളിൽ വന്ന് ഒരു കസേരയിലിരുത്തി നീതുവിനോടായി കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വാടി എന്ന് പറയുന്നുണ്ട്. നീതു വെള്ളം എടുക്കാൻ പോകുമ്പോഴേക്കും അച്ഛനും അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ മോനെ എന്ത് പറ്റി എന്ന് അച്ഛൻ ചോദിക്കുമ്പോഴേക്കും അമ്മയും എന്ത് പറ്റി, നീ ബൈക്കിൽ നിന്ന് വീണതാണോ, ആകെ മുറിഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബൈക്കിൽ നിന്ന് വീണതാണെന്ന് ഞാൻ പറഞ്ഞോ, എന്താ എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ലേ എന്നവൻ പറയുമ്പോഴേക്കും നീതും വെള്ളമായി വരുന്നുണ്ട്. അവൻ വെള്ളം എടുത്ത് കുടിക്കുമ്പോഴേക്കും എന്ത് പറ്റിയടാ മോനെ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. എല്ലാം ഇവള് കാരണ എന്നകിലും പറയുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു എന്ന് നീതു ചോദിക്കുമ്പോൾ, നീ പ്രേമിക്കുന്ന ആ തേണ്ടിയില്ലേ, അവനും അവന്റെ ചേട്ടന്മാരും കൂടിയാ എന്നെ ഇങ്ങനെ തല്ലിയത് എന്നവൻ പറയുമ്പോൾ, ദേ വല്ലയിടത്തും പോയി തല്ല് വാങ്ങിയിട്ട് അവരുടെ പേരിലിടാൻ നോക്കല്ലേ എന്ന് നീതുവും പറയുന്നുണ്ട്. എന്ന് നീതു പറയുമ്പോഴേക്കും അവനും എഴുന്നേറ്റ് വന്ന് അവളെ തല്ലാനൊങ്ങിക്കൊണ്ട്, ദേ എന്റെ കയ്യിൽ നിന്നൊന്ന് കിട്ടിയാലുണ്ടല്ലോ അല്ലെങ്കിൽ തന്നെ ദേഷ്യം പിടിച്ച് നിൽക്കാൻ ഞാൻ എന്നവൻ പറയുമ്പോഴേക്കും അച്ഛനും അമ്മയും ചേർന്ന് അവനെ പിടിച്ച് കസേരയിൽ ഇരുത്തുന്നുണ്ട്. മഹാഭാപികള് എന്റെ മോനെ തല്ലിച്ചതച്ചത് കണ്ടില്ലേ എന്ന് നീതുവിന്റെ അമ്മ പറയുമ്പോഴേക്കും, നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് കരുതുമ്പോൾ
എന്താ ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ എന്ന് നീതുവിന്റെ അച്ഛനും പറയുന്നുണ്ട്. അവരടിക്കാൻ മാത്രം നീ എന്താ ചെയ്തേ എന്ന് നീതു ചോദിക്കുമ്പോഴേക്കും അഖിലും അവിടുന്ന് എഴുന്നേറ്റ് അവളുടെ നേർക്ക് വന്നുകൊണ്ട് ഒന്ന് കെട്ടിയാലുണ്ടല്ലോ. അവൾ ചോദിച്ചത് കേട്ടില്ലേ അച്ഛാ, അവരടിക്കാൻ മാത്രം ഞാൻ എന്താ ചെയ്തേന്ന് എന്ന് അഖിൽ പറയുമ്പോൾ ഒന്നും പറയോ ചെയ്യോ ചെയ്യാതെ അവരായിട്ട് വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് എനിക്കറിയാം എന്ന് നീതുവും പറയുന്നുണ്ട്. അത് കേട്ട് അവന്റെ അമ്മയും വായടക്കടി, അല്ലെങ്കിലും സ്വന്തം കൂടപ്പറപ്പിനെക്കാളും നിനക്ക് വലുത് അവനാണല്ലോ എന്ന് പറയുമ്പോഴേക്കും എന്റെ നെറ്റിയുടെ പുറകെ നടക്കരുത് എന്ന് ഞാൻ പറഞ്ഞതിനാ അവരൊക്കെ കൂട്ടായിട്ട് വന്ന് എന്നെ തല്ലിയത് എന്ന് അഖിലും പറയുന്നുണ്ട്. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല, നമുക്കെന്തായാലും പോലീസിൽ പരാതി കൊടുക്കാം, നമുക്കെന്താ ആരുമില്ലെന്ന് കരുതിയോ എന്നും പറഞ്ഞ് അമ്മ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് നാട്ടുകാരെയൊക്കെ വിളിക്കുന്നുണ്ട്. അവരെല്ലാം ഓടി വരുമ്പോഴേക്കും എടാ ഒന്ന് നോക്കിയേ, നമ്മുടെ അഖിലിനെ അടിച്ച് താമ്പാറാക്കിയിരിക്കുക എന്ന് അഖിലിന്റെ അമ്മയും പറയുന്നുണ്ട്. എന്തു പറ്റിയടാ എന്നവർ ചോദിക്കുമ്പോഴേക്കും ആ ഭാസ്കരന്റെ പിള്ളേരെല്ലാം കൂടി ഇവനെ കൂട്ടിച്ചേർന്ന് അടിച്ചതാ എന്നവന്റെ അമ്മയും പറയുന്നുണ്ട്. നീ എന്തിനാടാ ആ തല്ലിപ്പൊളി ടീമിനോടൊക്കെ വഴക്കുണ്ടാക്കാൻ പോയത്, ഇതെന്തായാലും വെറുതെ വിടാൻ പാടില്ല, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കണം എന്നവർ പറയുമ്പോഴേക്കും അതെ, ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ, അവരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ട് തന്നെ കാര്യം, നിന്റെ ഒരു കൂട്ടുകാരനിലെ സ്റ്റേഷനിൽ അവനെ വിളിച്ചു പറ എന്നമ്മ പറയുമ്പോഴേക്കും അമ്മ ഇതെന്തു ഭാവിച്ച, എന്താ സത്യം എന്ന് നമുക്കറിയില്ല, അതിനു മുന്നേ പോലീസ് സ്റ്റേഷൻ കേസ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കാണോ എന്ന് നീതി ചോദിക്കുമ്പോഴേക്കും നീ മിണ്ടിപ്പോരുത്, നീ കാരണം ഇതൊക്കെ ഉണ്ടായത് എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ അച്ഛനോടായി നിങ്ങൾ ചെന്ന് വണ്ടി എടുക്കുക എന്ന് പറഞ്ഞ് അഖിലിനെയും കൂട്ടിക്കൊണ്ട് അവർ മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പിന്നീട് അവരെല്ലാവരും ഓട്ടോയിൽ കിളിക്കൂട്ടിലെത്താണ്. നിങ്ങൾ ചെന്ന് അവരെ വിളിച്ചേ എന്ന് നീതുവിന്റെ അമ്മ പറയുമ്പോഴേക്കും നീതുവിന്റെ അച്ഛനും അങ്ങോട്ട് ചെന്ന് സുഭാഷെ എടാ സുഭാഷെ എന്ന് വിളിക്കുന്നുണ്ട്. സുഭാഷ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും കൗൺസിലറെ കണ്ട് കൗൺസിലറും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷും അങ്ങോട്ട് വന്ന് സുഭാഷ് ഏട്ടാ ഞാൻ സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. വേണ്ട, ഞാൻ സംസാരിച്ചോളാം എന്ന് സുഭാഷും പറയാണ്. അപ്പോഴേക്കും സുധീഷും ഹരീഷും അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. നിധി മുറ്റത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും നീ കേശവനെ തടഞ്ഞുകൊണ്ട് ഏട്ടത്തി ഇപ്പോൾ പുറത്തേക്ക് പോകണ്ട, നോക്കാം എന്ന് പറയുമ്പോഴേക്കും നിധിയും അവിടെ തന്നെ നിൽക്കാണ്. സുഭാഷ് കൗൺസിലറിന്റെ അടുത്തേക്ക് ചെന്ന് നമസ്കാരം എന്ന് പറയുമ്പോഴേക്കും ഒരാളെ തല്ലി ചതച്ചിട്ട് ചോദിക്കാൻ വരുമ്പോൾ നമസ്കാരം പറയുന്നു എന്ന് അയാളും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവരുടെ അച്ഛൻ ഭാസ്കരനും അങ്ങോട്ട് എത്തുന്നുണ്ട്. അവന്റെ മുഖം നോക്കിയേ, എന്താ ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതിയോ എന്ന് കൗൺസിലർ പറയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അതും കേട്ട് ചോദിക്കാൻ വരുന്നതാണോ കൗൺസിലറുടെ പണി, ആ ലക്ഷ്മിയുടെ കോളനിയിലെ കുടിവെള്ളം മുട്ടിയിട്ട് 4 ദിവസമായി, ആ കവലയ്ക്ക് അടുത്തുള്ള പുതിയ ഫ്ലാറ്റിലെ മാലിന്യം മുഴുവൻ ഒളിച്ചു വരുന്നത് കുടിവെള്ളമുള്ള കിണറ്റിലേക്കാ, ആദ്യം അതൊക്കെ പോയി ശരിയാക്കിയിട്ട് വാ കൗൺസിലറെ എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും എന്റെ ജോലി എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം, ഇവരൊക്കെ എന്റെ ഏരിയയിലെ ആൾക്കാരാ, ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ തന്നെ ചോദിക്കാൻ മുന്നിൽ വന്ന് നിൽക്കും എന്ന് കൗൺസിലർ പറയുമ്പോഴേക്കും ഓഹോ, താൻ നിൽക്കോ ഇരിക്കോ കിടക്കോ എന്താന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷെ അതൊന്നും ഈ ഭാസ്കരന്റെ വീടിന്റെ മുന്നിൽ വേണ്ട എന്നയാളും പറയുന്നുണ്ട്. അത് കേട്ട് നീതുവിന്റെ അമ്മയും ഒരു കൗൺസിലറാണെന്ന വല്ല നോട്ടമുണ്ടോ, സംസാരിക്കുന്നത് കേട്ടില്ലേ ബാബു സാറേ എന്ന് പറയുമ്പോൾ BLF-ലെ രാജേന്ദ്രനെ നാട്ടുകാർക്ക് കുഴിമന്തി വാങ്ങിക്കൊടുത്ത് തോൽപ്പിച്ചവനായി ബാബു സാറ്, അതുകൊണ്ട് മഹത്വമൊന്നും എന്നോട് വിളമ്പണ്ട എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളോട് വഴക്കിടാനൊന്നും വന്നതല്ല, നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് നീതുവിന്റെ അമ്മ പറയുമ്പോഴേക്കും ഓ കണക്കായിപ്പോയി എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. എന്റെ മോനെ തല്ലി തമ്പാറാക്കിയിട്ട് നിങ്ങളൊന്നും അങ്ങനെ വെറുതെ ഇരിക്കാന്ന് കരുതണ്ട നീതുവിന്റെ അമ്മ പറയുമ്പോഴേക്കും നിന്റെ മോൻ വലിയ കളക്ടറല്ലേ, വൃത്തികെട്ടവൻ എന്ന് അച്ഛനും പറയുന്നുണ്ട്. വൃത്തികെട്ടവരെ നിങ്ങളുടെ മക്കളാ എന്റെ മോളുടെ ജീവിതം നിങ്ങളുടെ മോൻ നശിപ്പിക്കുന്നത് കണ്ട് ചോദിച്ചതിനാ അവരെല്ലാവരും ചേർന്ന് എന്റെ മോനെ ഇങ്ങനെ തല്ലി ചതച്ചത്, മനുഷ്യരെ തല്ലുന്ന പോലാണോ തല്ലിയത്, പട്ടിയായിരിക്കും പോലെ കൂട്ടം കൂടി തല്ലി ചതച്ചത് കണ്ടില്ലേ എന്ന് നീതുവിന്റെ അമ്മ പറയുമ്പോഴേക്കും പേയിളകിയ പട്ടിയെ കൂട്ടം കൂടി തല്ലി കൊല്ലുന്നത് തന്നെയാ നല്ലത് എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. അത് കേട്ട് കൗൺസിലറും നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, ഞാൻ സംസാരിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷും ഇവൻ ചെയ്തതിന് പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് സാറേ, എന്റെ ഭാര്യയെ നടു റോഡിൽ വെച്ച് വേണ്ടാത്തതൊക്കെ പറഞ്ഞ് അപമാനിച്ചതിന് പിന്നെ ഞങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കണോ, അവനിപ്പോഴും ജീവനുണ്ടല്ലോ എന്ന കാര്യത്തിൽ നിങ്ങൾ സന്തോഷിക്കേ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും കണ്ടില്ലേ സാറേ, ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഒരുത്തനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് കണ്ടില്ലേ എന്ന് അഖിലിന്റെ അച്ഛനും പറയുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛനും അവനോടായി അഥവാ പോലീസ് വന്നെങ്കിലേ പോകുന്നതിന് മുന്നേ ഇവന്റെ 2 കാലും കൈയും തല്ലി ഓടിച്ചിട്ട് പോകണം, കൈക്കോട്ടിനിടാൻ വാങ്ങിയ പുതിയ ചായ അവിടെ പുറകിൽ വെച്ചിട്ടുണ്ട്, ഇവിടുത്തെ മരുമോളെ അപഹസിച്ചിട്ട് അങ്ങനെ ഒരുത്തന് 2 കൈയും കാലും കൊണ്ട് നടക്കണ്ട എന്ന് അച്ഛനും പറയുന്നുണ്ട്. അപ്പോഴേക്കും കൗൺസിലറും എന്താ സുധീഷ് ഇതൊക്കെ, ഞങ്ങളിവിടെ വന്ന് നിൽക്കുന്ന കാര്യം നിന്റെ അച്ഛന് മനസ്സിലാവുന്നില്ലേ, ഒരാൾ കൊല്ലുന്ന കാര്യം പറയുന്നു, മറ്റേയാൾ കാല് തല്ലി ഓടിക്കുന്ന കാര്യം പറയുന്നു എന്ന് പറയുമ്പോഴേക്കും സാറിന് കാര്യം അറിയാത്തോണ്ടാ ഇവരെന്താ ചെയ്തെന്ന് സാറിന് അറിയില്ലല്ലോ എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഒന്നും ചുമ്മാതിരിക്കും സുഭാഷ് ഏട്ടാ, ചെയ്യേണ്ടതൊക്കെ അവർ ചെയ്തു വെച്ചിട്ട് കൗൺസിലറെയും കൊണ്ട് വന്നാൽ നമ്മളെന്താ പേടിക്കുന്നതാണോ, അല്ല പിന്നെ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അവന്റെ സംസാരം കണ്ടില്ലേ, നിന്റെ തല തല്ലി പൊളിക്കാൻ വേണ്ടേ എന്നും പറഞ്ഞ് നീതുവിന്റെ അച്ഛനും അവന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുമ്പോഴേക്കും സ്റ്റോപ്പ് എന്നും പറഞ്ഞ് ഭാസ്കരനും അവനെ തടയുന്നുണ്ട്. അത് വേണ്ട വേണ്ട, അതൊന്നും ഇവിടെ നടക്കില്ല എന്ന് അച്ഛൻ പറയുമ്പോഴേക്കും ചന്ദ്രനൊന്ന് ചുമ്മാതിരിക്കുക, ഞാൻ സംസാരിച്ചോളാം എന്ന് കൗൺസിലറും പറയുന്നുണ്ട്. സംസാരിക്കുന്നതൊക്കെ കൊള്ളാം, അധികം വെളച്ചിലെടുത്താലേ അടുത്ത 6 മാസം വണ്ടി ഓടിക്കാൻ ചന്ദ്രന് ചന്തി കാണില്ല എന്ന് അച്ഛനും പറയുന്നുണ്ട്. അത് കേട്ട് നീതുവിന്റെ അമ്മയും ഇവരുടെ കൂട്ടത്തിലെ ഇയാളെ കൂടി പിടിച്ച് ജയിലിലിടാൻ വേണ്ടേ എന്ന് പറയുമ്പോഴേക്കും പിന്നെ ജയിലിൽ നിന്റെ തന്ത ഈ ഓട്ടോക്കാരനെ സ്ത്രീധനായിട്ട് കൊടുത്തതാണല്ലോ, കാണുന്നവരൊക്കെ പിടിച്ച് അതി കൊണ്ടിടാൻ എന്ന് പറയുമ്പോഴേക്കും ഡാ എന്ന് പറഞ്ഞ് ദേ മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് അഖിലും പറയുന്നുണ്ട്. ഡാ
വായടക്കി നിന്നോളണം നീ. പെൺകുട്ടികളോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിലേ ആണുങ്ങളുടെ കൈയിന്റെ ചൂട് നീ അറിയും. അതും വാങ്ങി വീട്ടിൽ പോയി മിണ്ടാതിരിക്കുന്നതിന് പകരം അച്ഛനെയും അമ്മേനെയും കുഴിമന്തി കൗൺസിലറെയും കൂട്ടി ഇങ്ങോട്ട് വരുമായിരുന്നു എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും, ഭാസ്കര മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് കൗൺസിലറും പറയുന്നുണ്ട്. താനൊന്ന് പോടോ, താൻ മര്യാദക്കാരനായിരുന്നെങ്കിലേ കാര്യം എന്തെന്നറിയാതെ ഇവരുടെ കൂടെ ചാടി പുറപ്പെടില്ലായിരുന്നു എന്ന് അച്ഛനും പറയുന്നുണ്ട്. നീ അധികം സംസാരിക്കണ്ട, പോലീസ് ഇപ്പോൾ വരും, അവരുടെ കയ്യിൽ നിന്ന് നിനക്ക് ശരിക്ക് വാങ്ങി തരുന്നുണ്ട് എന്ന് കൗൺസിലർ പറയുമ്പോഴേക്കും, ആഭ്യന്തര വകുപ്പ് നിന്റെ അമ്മായിയപ്പൻ്റെ വകയാണല്ലോ, നീ പറയുമ്പോൾ പറയുന്നിടത്ത് വരാൻ എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും പോലീസ് വണ്ടി അവിടെ എത്തുന്നുണ്ട്. അത് കണ്ട് നിധി പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴേക്കും, ഏട്ടത്തി ഇപ്പം അങ്ങോട്ട് പോണ്ട, എന്താവെന്ന് നോക്കാം എന്ന് നികേഷും അവളെ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. CI അങ്ങോട്ട് വന്ന് എന്താ കാര്യം എന്ന് അന്വേഷിക്കുമ്പോഴേക്കും, ഈ ഫാമിലി ഒരു തല്ലിപ്പൊളി ഫാമിലിയാ സാറേ, കവലെ വെച്ചിതാ ഈ ചെക്കനെ തല്ലി ചതച്ചു, ചോദിക്കാൻ വന്നപ്പോൾ എൻ്റെ മെക്കിട്ട് കയറുക എന്ന് കൗൺസിലർ പറയുമ്പോഴേക്കും, കുഴിമന്തി കൗൺസിലർ എന്ന് പറഞ്ഞ് ഈ സാറിനെ നാണം കെടുത്തി സാറേ എന്ന് നീതുവിൻ്റെ അച്ഛനും വിളിച്ചു പറയുന്നുണ്ട്. ഒത്തുതീർപ്പാക്കാൻ വന്നപ്പോൾ ഇവരുടെ ഹുങ്കു കൂടി ജയിലിൽ കൊണ്ടിടുക വേണ്ടത് എന്ന് കൗൺസിലർ പറയുമ്പോഴേക്കും, അതെ അതാദ്യം ചെയ്യണം സാർ എന്ന് നീതുവിൻ്റെ അമ്മയും പറയുന്നുണ്ട്. അവരുടെ സംസാരം കേട്ട് ടെൻഷനോടെ നിൽക്കുന്ന നിധിയെ നികേഷിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും